ജെ ഡിയിൽ ഹണി മിക്സ് ചെയ്ത് ഒഴിക്കുന്നത് ചേട്ടനായിരുന്നു ഫസ്റ്റ് അത് ചെയ്തത്. അത് കണ്ടിട്ടാണ് ജാക്ക് ഡാനിയൽ ജെ ഡി ഹണി എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് സംഭവം ഇറക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അത് കുറെ ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ. ചേട്ടൻ അത് കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഈ ജാക്ക് ഡാനിയൽസ് ഹണി ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ലായിരുന്നു. ജെ ഡിയുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ അറിയാം ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്തത്. ഓഫ് കോഴ്സ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് കാരണം ജെ ഡി എന്ന് പറഞ്ഞ ബ്രാൻഡ് അന്ന് ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന 2015 ആ ഒരു സമയത്താണ് യൂട്യൂബിൽ അന്ന് ഇടുന്നത്. അപ്പോൾ ആ സമയത്ത് അത്രയും ഇന്ത്യയിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം എത്ര സെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു ഇത് വരുന്നത്. അതിന് 2011 12 ഇവർ ലോഞ്ച് ചെയ്തിട്ട് അത്രയും സക്സസ് ആവാതിരുന്നൊരു സാധനമായിരുന്നു ജെ ഡി ഹണി. പക്ഷേ ഇതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കൊരു ബൂം വന്നു. അത് ആ ഒരു ബ്രാൻഡ് ഇന്ത്യയിലേക്ക് കൂടുതൽ സെയിലിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് സെയിൽ നോക്കുമ്പോൾ പറയാൻ പറ്റും. കാരണം ഡിയാജിയോ എന്ന് പറഞ്ഞൊരു കമ്പനി, അങ്ങനെ പല കമ്പനീസാണ് ജാക്ക് ഡാനിയൽസ് ഇന്ത്യയിൽ ചെയ്യുന്നത്. അപ്പോൾ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ഈ ഒരു സെയിൽസിലെ ഒരു ബൂം, ജാക്ക് ഡാനിയൽസിൻ്റെ പേര് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയും അത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വേൾഡ്സ് ടോപ്പ് സെല്ലിംഗ് വൺ ഓഫ് ദ ബ്രാൻഡാണ് നമ്മളുടെ തുറുപ്പൂലാണ്. ആ ബ്രാൻഡിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ടും സിഇഒ ആയിട്ട് എനിക്കിപ്പോൾ ഇരിക്കാൻ പറ്റുന്നത് ആ ജെ ഡി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ നമ്മൾ അത്രയും പോപ്പുലറൈസ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ദേ ക്യാൻ ഔട്ട് സം അതർ പീപ്പിൾ. മനസ്സിലായല്ലേ?